മാതൃഭൂമി ന്യൂസ് ബിഗ് എക്സ്ക്ലൂസീവ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വത്തിന്റെ പരാതി DGP SITക്ക് കൈമാറി. കേസ് ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്യാൻ നിർദ്ദേശം. കോടതി ഉത്തരവിൽ ഉൾപ്പെട്ടവർ പ്രതികളാകും. കോടതി പറഞ്ഞ കുറ്റങ്ങൾക്ക് പുറമെ അഴിമതി നിരോധന വകുപ്പ് കൂടി ചുമത്താൻ നിർദ്ദേശമുണ്ട്. R അനന്തകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനന്തൻ, ഗുഡ് മോർണിംഗ്. പ്രധാനപ്പെട്ട വിവരങ്ങളായിരുന്നു മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ടത്. അത് ഹൈക്കോടതി ശരിവെക്കുന്നു. അങ്ങനെ ശക്തമായ അന്വേഷണത്തിലേക്ക് പോകുന്നു. ഓരോരോ പേരുകൾ പുറത്തു വന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്താണ് ഇതിൽ സംഭവിച്ചത് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അഴിമതി നിരോധന വകുപ്പ് കൂടി ചുമത്താൻ നിർദ്ദേശമുണ്ട് എന്ന് പറയുമ്പോൾ ദേവസ്വത്തിലെ പലരും ഇനിയും ആൾക്കാർ ഇതിൽ പങ്കു ചേർന്നിട്ടുണ്ടോ എന്ന തരത്തിലുള്ള അന്വേഷണം ഉണ്ടാകും. പ്രതികളാകും. എങ്ങനെയായിരിക്കും ഇനി അന്വേഷണം പോവുക? ഗുഡ് മോർണിംഗ് പൂജ. ശബരിമല സ്വർണ്ണ കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലേക്ക് SIT കടക്കുകയാണ്. ഇന്ന് തന്നെ അന്വേഷണം ആരംഭിക്കും. അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്ന ക്രൈംബ്രാഞ്ച് മേധാവി H വെങ്കടേഷ്, അദ്ദേഹം ലോ ആൻഡ് ഓർഡറിന്റെ ADGP കൂടിയാണ്. അദ്ദേഹം ഇന്നലെ ഡൽഹിയിലായിരുന്നു. ഫോണിൽ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചിട്ടുണ്ട്. ഇന്നലെ വൈകിട്ടാണ് കോടതി നിർദ്ദേശപ്രകാരം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കമ്മീഷണർ സുനിൽകുമാർ ഔദ്യോഗികമായി ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട പരാതി സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖരന് നൽകിയത്. അപ്പോൾ തന്നെ അദ്ദേഹം അത് ഈ SITക്ക് കൈമാറുകയും ചെയ്തു. അതിനുശേഷം തിരുവനന്തപുരത്ത് ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് FIR രജിസ്റ്റർ ചെയ്യാനാണ് നിർദ്ദേശം നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഹൈക്കോടതി ഇന്നലെ പുറത്തിറക്കിയ ഉത്തരവ്, ആ ഉത്തരവിൽ ആരോപണ വിധേയരായി നിൽക്കുന്ന ഉദ്യോഗസ്ഥരടക്കം ഉണ്ണികൃഷ്ണൻ പോറ്റി, അതുപോലെ തന്നെ സ്മാർട്ട് ക്രിയേഷൻസ് അടക്കം ഉള്ളവരെ പ്രതി ചേർത്തുകൊണ്ടാകും കേസ് എടുക്കുക. അതിനൊപ്പം തന്നെ ഈ കോടതി ചില കുറ്റങ്ങൾ ഇവർ ചെയ്തതായിട്ട് വിലയിരുത്തിയിട്ടുണ്ട് ആ ഉത്തരവിൽ. അതിൽ വിശ്വാസവഞ്ചനയുണ്ട്, മോഷണമുണ്ട്, അതുപോലെ തന്നെ ക്രമവിരുദ്ധമായ നടപടികൾ നടത്തിയത്, അത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അത്തരം വകുപ്പുകൾ എന്തായാലും FIR ഉറപ്പായും ഉണ്ടാകും. അതിനൊപ്പം തന്നെ ഈ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ ഈ കേസിൽ പ്രതികളാകുന്നത് കൊണ്ട് അഴിമതി നിരോധന നിയമം കൂടി ഈ FIRൽ ചാർജ് ചെയ്യാനുള്ള നിർദ്ദേശം DGPയും H വെങ്കടേഷും നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഇന്നലെ രാത്രി തന്നെ FIR രജിസ്റ്റർ ചെയ്യാനുള്ള നടപടികൾ ആരംഭിച്ചിരുന്നു. അത് ഇന്ന് രാവിലെയോടെ പൂർത്തിയായി കഴിഞ്ഞാൽ ഉടനെ FIR രജിസ്റ്റർ ആകും. അപ്പോൾ തന്നെ ഈ പ്രതികൾ ആരൊക്കെയാണ്, ഏതൊക്കെ വകുപ്പുകളാണെന്ന് വ്യക്തമാവുകയും ചെയ്യും. കൃത്യമായ വേഗത്തിൽ നടപടികൾ ആരംഭിക്കാനാണ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് ആദ്യം തന്നെ പോകാനുള്ള സാധ്യതയാണ്. കാരണം ഇതിൽ ഏറ്റവും പ്രധാന ആരോപണ സ്ഥാനത്ത് നിൽക്കുന്നത് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയാണ്. അദ്ദേഹം നിയമപരിരക്ഷ തേടിയുള്ള യാത്രകൾ ആരംഭിച്ചിട്ടുണ്ട്. അതിനൊപ്പം തന്നെ തെളിവ് നശിപ്പിക്കാനുള്ള സാധ്യതയൊക്കെ മുന്നിൽ കാണുന്നുണ്ട്. അപ്പോൾ ഹൈക്കോടതിയും അങ്ങനെ തന്നെയാണ് നിർദ്ദേശിക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അറസ്റ്റ്, അതുപോലെ തന്നെ കൂടുതൽ അന്വേഷണത്തിന് മറ്റ് സ്റ്റേറ്റുകളിലേക്ക് പോവുക തുടങ്ങിയ നടപടികൾ ആരംഭിക്കും. ഏതായാലും SIT വിപുലീകരിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ കൂടുതൽ ഉദ്യോഗസ്ഥർ ഇതിന്റെ അന്വേഷണത്തിന്റെ ഭാഗമാകുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലുള്ള ഒരു പ്രധാനപ്പെട്ട സംശയം ഈ ഭക്തിയുടെ മറവിൽ വലിയ തട്ടിപ്പ് നടന്നിട്ടുണ്ടോ എന്നുള്ളതാണല്ലോ. ഈ സ്വർണ്ണപ്പാളികൾ അതൊക്കെ മറിച്ചു വിറ്റിട്ടുണ്ടോ എന്നുള്ളതാണ്. സ്മാർട്ട് ക്രിയേഷൻസ് തുടക്കത്തിൽ പറഞ്ഞ കാര്യങ്ങളല്ലല്ലോ ഇന്നലെ ഹൈക്കോടതിയിൽ റിപ്പോർട്ടായി വന്നിരിക്കുന്നത്. ഇനി ഇതിനപ്പുറത്തേക്ക് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി, സ്മാർട്ട് ക്രിയേഷൻസ്, അവർക്കപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകാനുള്ള ഒരു സാധ്യത അത് എത്രത്തോളമാണ്? അപ്പോൾ വലിയൊരു തട്ടിപ്പാണ് എന്നുണ്ടെങ്കിൽ അത്രത്തോളം വിപുലമായ തരത്തിലേക്കായിരിക്കില്ലേ അന്വേഷണം പോകുന്നത്? ഈ ഒരു ടീമിൽ മാത്രം ഒതുങ്ങി നിൽക്കാനുള്ളൊരു സാധ്യതയില്ലല്ലോ. പൂജ, ഇതിൽ ഇന്നലത്തെ ഹൈക്കോടതിയുടെ ഉത്തരവിൽ ശ്രദ്ധേയമായ കാര്യം, ഹൈക്കോടതിയുടെ ഉത്തരവ് സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ പങ്കജ് ഭണ്ഡാരി നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ദേവസ്വം വിജിലൻസ് തയ്യാറാക്കിയ റിപ്പോർട്ടിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് ആ ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ വിവാദങ്ങൾ തുടങ്ങിയ പശ്ചാത്തലത്തിൽ നമ്മൾ സ്മാർട്ട് ക്രിയേഷൻസിന്റെ പ്രതികരണങ്ങൾ തേടിയിരുന്നു. അന്ന് അവർ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് ലഭിച്ചത് ഈ ദ്വാരപാലക ശില്പങ്ങളായാലും വാതിലായാലും വാതിൽ കട്ടളപ്പാളികളായാലും അതെല്ലാം ഞങ്ങൾക്ക് പുതിയതായിട്ട് കിട്ടിയ ചെമ്പിൽ, അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മാലിന്യമില്ലാത്ത ചെമ്പാണ് ലഭിച്ചത്. അതിലാണ് ഞങ്ങൾ ഇലക്ട്രോപ്ലേറ്റ് ചെയ്തു കൊടുത്തത്. ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യാനുള്ള സംവിധാനം മാത്രമേ ഉള്ളൂ. മറ്റേതെങ്കിലും തരത്തിലൊരു പൂശോ മറ്റോ ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ എടുക്കാറില്ല എന്നാണ് അവർ പറഞ്ഞത്.